സർക്കാരിനെ സംബന്ധിച്ച് ആദ്യം അവർ പറഞ്ഞത് അയ്യപ്പന്റെ സ്വർണം പോയിട്ടേ ഇല്ല എന്നാണ്. രണ്ടാമത് അവർക്ക് മാറ്റി പറയേണ്ടി വന്നു സ്വർണം പോയിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞത് പോറ്റിയാണ് കൊണ്ടുപോയത്, പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരന് പോലും പങ്കില്ലെന്നും ദേവസ്വം ബോർഡിന് യാതൊരു തരത്തിലുള്ള പങ്കില്ലെന്നും പോറ്റിയും പോറ്റിയുടെ പെങ്ങളും കുഞ്ഞമ്മയും മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് പങ്കുണ്ട് എന്ന് സർക്കാരിന് അംഗീകരിക്കേണ്ടതായി വരികയാണ്. ഇനി കോൺഗ്രസ് എല്ലാ തുടക്കം തൊട്ട് ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവസ്വം മന്ത്രിക്കടക്കം പങ്കുണ്ട് എന്ന വാദവും നാളുകളിൽ ഇവർ അംഗീകരിക്കേണ്ടതായി വരും. കാര്യം 4 തവണയാണ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയത്. യാതൊരു തരത്തിലുള്ള അന്വേഷണവും വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവർ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ദേവസ്വം വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞവർ ഇന്നലെ ഹൈക്കോടതി ഞങ്ങളുടെ നേതൃത്വത്തിൽ, അതായത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ശരി എങ്കിൽ അത് വരട്ടെ എന്ന് പറയാണ്. നോക്കൂ, ഇത് ഒരു ക്രൈം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ക്രൈം അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഒരിക്കലും ദേവസ്വം വിജിലൻസിന് ഇല്ല. അതുകൊണ്ടാണ് കോടതി നേരിട്ട് FIR ഇട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ 2ാമത്തെ ദിവസം ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള ക്രൈം BNSന്റെ ഇന്ന വകുപ്പ് പ്രകാരം നടന്നിട്ടുണ്ടല്ലോ സർക്കാർ എന്ന് കോടതി ചോദിച്ചു. സാധാരണ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ അങ്ങേക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നു, ആ കേസ് പോലീസ് എടുത്താൽ അത് കോടതി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് കോടതി കോടതി വേണം തീരുമാനിക്കാൻ. ആ കേസിന്റെ സെക്ഷനുകൾ ഏതൊക്കെ നിലനിൽക്കും. ഇത് കോടതി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഇതാ ഈ ഇന്ന BNSന്റെ ഇന്ന വകുപ്പ് പ്രകാരം കേസ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാ? പോറ്റിയെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചാൽ പോറ്റി ചില സത്യങ്ങൾ വിളിച്ചു പറയും. ആ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. നോക്കൂ, ഇപ്പൊ ഇവര് തന്നെ പറയുന്നത് പോറ്റിയാണ് ഇത് അടിച്ചുകൊണ്ട് പോയത് എന്നാണല്ലോ, അല്ലെ പോറ്റിയാണ് ഇത് മോഷ്ടിച്ചത് എന്നാണല്ലോ. ആ പോറ്റി ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആ പോറ്റി ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അയാൾ വെളിയിലല്ലേ. അതായത് സർക്കാരിന്റെ വാദം ശരിയാണെങ്കിൽ പ്രധാനപ്പെട്ട കള്ളൻ, 1ാമത്തെ കള്ളൻ ഇപ്പോഴും വെളിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഈ ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായ നടപടി പോലും പോറ്റിക്കെതിരെ ഉണ്ടായിട്ടില്ല. അപ്പോ ഇതിന്റെ അകത്ത് ചില കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നുണ്ട്. വളരെ കൃത്യമായ ചില ധാരണകൾ ഇതിന്റെ പുറത്തുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് സർക്കാർ പൊട്ടം കളിക്കുകയാണ്. അതായത് അയ്യപ്പന്റെ കാര്യം ചോദിക്കുമ്പോൾ അമ്മായിയമ്മയുടെ കാര്യമാണ് ഇടതു പ്രതിനിധികളെല്ലാം ചർച്ചയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ പൊട്ടം കളിച്ച് ജനത്തെ മുഴുവൻ പൊട്ടം കളിപ്പിച്ചേക്കാം എന്നൊരു ചിന്ത സർക്കാരിനോ ഇടതു നേതാക്കൾക്കോ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങിയാണ്. വരും ദിവസങ്ങളിൽ വലിയ സമരം, വലിയ പ്രക്ഷോഭം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ഭക്ത സമര സംഗമം സംഘടിപ്പിക്കുകയാണല്ലോ അടുത്ത ദിവസം. ആദ്യ തൊട്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ തെരുവിലുണ്ടാവും, ഞങ്ങൾ നിയമപരമായി കോടതിയിലുണ്ടാകും, രാഷ്ട്രീയപരമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ ഈ വിഷയം വലിയ പ്രതിഷേധമായി കൊണ്ടുവരും എന്നത് സംശയം വേണം. ഈ സ്ത്രീ പ്രവേശന വിഷയമൊക്കെ ഒന്ന് മയപ്പെടുത്തി തിരഞ്ഞെടുപ്പിന് മുൻപ് ഒന്ന് മുഖം രക്ഷിക്കാനൊക്കെ സർക്കാർ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത്. പക്ഷേ അതിലൊന്നും നിൽക്കുന്നില്ല. അതിലും വലിയ പ്രശ്നങ്ങൾ വീണ്ടും വരികയാണ്. സർക്കാർ തന്നെ വലിയ രീതിയിലൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? 100%. പക്ഷെ നമ്മൾ അങ്ങ് വിചാരിച്ചതുപോലെ തന്നെ നമ്മളും വിചാരിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാർ മുഖം മിനിക്കാനാണ്, ഭൂരിപക്ഷം വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് എന്നാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഈ സാധനങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിയിൽ വരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. അവരുടെ ഇടയിലെ ചില പ്രശ്നങ്ങൾ കാരണം കള്ളനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കട്ട മുതൽ വെളിയിൽ വരും എന്ന് പറയുന്നത് പോലെ പോറ്റിയും സർക്കാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഇത് വെളിയിൽ വരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. അങ്ങനെ വരുന്നതിനെ മുഴുവൻ തരം തിരിച്ചു വിടാൻ വേണ്ടി അപ്പോൾ ഉണ്ടാവുന്ന അയ്യപ്പ ഭക്തരുടെ പ്രക്ഷോഭത്തെ മാർജിനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇവർ നടത്തിയത്. പൈസ അടിച്ചു മാറ്റുക, ഭൂരിപക്ഷ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി ഇവിടുത്തെ ഈ അയ്യപ്പ ഭക്തരുടെ മാത്രമല്ലെന്നേ, കേരളത്തിലെ മാത്രമല്ലല്ലോ, അഖിലേന്ത്യാ തലത്തിൽ ലോകത്തിൽ എത്രയോ അയ്യപ്പ ഭക്തരുണ്ട്. അവരുടെ മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസികളുടെ, ഹിന്ദു വിശ്വാസികളുടെ, മുസ്ലിം വിശ്വാസികളുടെ, എല്ലാവരെയും വിശ്വാസിയായിട്ടുള്ളവരുടെയും അല്ലാത്തവരുടെയും. നോക്കൂ, അയ്യപ്പന്റെ സ്വത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിലിഗ്രിം സെന്ററാണ്. ആ സെന്ററിലെ സ്വത്ത് കട്ടെടുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഇവർക്കെതിരായിട്ടുണ്ട്. വലിയ പരാജയത്തിലേക്ക്, വലിയ പതനത്തിലേക്കാണ് പിണറായി വിജയൻ നയിക്കുന്ന CPM ഗവൺമെന്റ് പോകുന്നത് എന്നതിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.